ഇപ്പം ഞങ്ങളുള്ളത് മലേഷ്യയിലാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് ടെമ്പിളിലാണ്. ഇപ്പം എല്ലാവരും ഫോട്ടോ ഷൂട്ടിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ബട്ടു കേവ് പോകണം, പിന്നെ എന്തൊരു ഫോറസ്റ്റിൽ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഞങ്ങൾ ഇന്നലെയാണ് മലേഷ്യയിലെത്തിയത്. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കാണാം. ഗൈസ്, ഞങ്ങൾ കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. മറ്റേ ഞങ്ങൾ കയറിയത് സിംഗപ്പൂരാണ്, ഇത് മലേഷ്യയിൽ കയറാൻ പോകുന്നു. ഞാൻ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ കേബിൾ കാറിൽ കയറി. നമുക്ക് എല്ലാവരും ഉള്ളൊരു പൊട്ടം കാണാൻ എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ജെഞ്ചിങ്ങിലെത്തി. പിന്നെ തിരിച്ച് ഞങ്ങൾ ആ സെയിം കേബിൾ കാർ തന്നെ കയറാൻ നിൽക്കുമായിരുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു കുറച്ചുകൂടി അടിപൊളി വ്യൂ ഉണ്ടായിരുന്നത്. കാരണം മൊത്തം കോടയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ വ്യൂ നോക്കുമ്പോൾ കുറേ ബിൽഡിംഗ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, കാരണം മൊത്തം കോട നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ അടിയിൽ വന്നപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോ എടുത്തിരുന്നു. അപ്പം അത് ഇവിടെ നിന്ന് മേടിച്ച്. എത്ര രൂപ സെലു? 1200. എത്ര? രണ്ടും കൂടി എത്ര? ഇവിടുത്തെ 100. അതായത് നമ്മുടെ അവിടുത്തെ 2000 രൂപയാണ് ഇവിടുത്തെ 2 ഫോട്ടോയ്ക്ക്. ഞങ്ങൾ ബട്ടു കേവിലെത്തി. കേവി അടങ്ങിട്ട് വേദന എടുക്കുന്നു. നമുക്ക് ഇനി അതിൻ്റെ മേലോട്ട് കയറണം. ഗായ്സ്, നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തി. നമുക്ക് ഈ സ്റ്റെപ്സ് മൊത്തം കയറണം. അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇത് 272 സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾക്ക് കയറണം. ഇവനും ഗൗതമൊക്കെ ഇതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പ്. അതെ, ഒരു 10 വർഷം മുന്നേ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയാണ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കയറി കഴിയുമ്പോൾ അറിയാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ സ്റ്റാച്യു ഓഫ് മുരുകനാണ്. കണ്ടോ, നമുക്ക് ഇവിടെ നിറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. കൊള്ളാം. ഇത് കയറി കഴിയുമ്പോൾ നമുക്കറിയാൻ ഉണ്ടാവുന്നു. നമ്മളങ്ങനെ ഇതിലോട്ട് കയറാൻ പോവുകയാണ്. ഈ കാവടി തുള്ളി പോണ ആവേശമൊന്നും മേലെത്തുമ്പോ ഉണ്ടാവൂല. പണിയേട്ടാ, ഗൗതമേ കേറണ്ട, അവിടെ നിന്നോ. 1 2 3 4 കുറച്ച് ചെന്ന് അമ്മേ നോക്കി. ഇപ്പോഴാണ് ഇറങ്ങാൻ സുഖ. അങ്ങോട്ട് കേറുന്നതാണ് എളുപ്പം, ഇറങ്ങണതാണ് എളുപ്പം. അയ്യോ, മടുത്ത് 50 സ്റ്റെപ്പ് പോകുമ്പോഴേക്കും കയറ്റി. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്ന തോന്നിയില്ല ചേട്ടാ.
ഹായ് മേലെ നല്ല രസം. വെള്ളമുണ്ടാ? ഇവർക്കൊരു ലിഫ്റ്റ് വെക്കായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭംഗിക്ക് പണിയായിരുന്നു. ഇതിങ്ങനെ കുത്തനെ. അയ്യോ നോക്കണ്ട അഭിപ്രായം. എടുക്കട്ടെ. ഹെയർ പിൻ കയറണ പറ്റൂല. അമ്മ വെള്ളം വേണം, വെള്ളം വെള്ളം. മനസ്സിലായല്ലോ. പക്ഷെ ഇനി മേലാൽ ആവർത്തിക്കരുത്. എനിക്കൊരു കൂട്ടുവേണ്ടേ? എന്നിട്ട് കയറിയത് അപ്പുറത്ത്. എനിക്ക് താങ്ങാൻ വേണ്ടി ഇയാളെ വിളിച്ചേ. ഇയാളെ അപ്പുറത്ത് താങ്ങി സ്വയം കേറിയാലേ പുണ്യം കിട്ടുള്ളൂ. ഉരുണ്ട് വീഴണ്ടട്ടാ. എന്നോട് അറിഞ്ഞെത്തി. ലെറ്റ്സ് ഗോ there. എന്താണ് അഭിപ്രായം പറയൂ. കണ്ണോർക്കട്ടെ. യൂട്യൂബർ കുഴപ്പമില്ല, എത്തി. കണ്ണോല് സിമ്പിൾ. പയ്യ വ്ളോഗറിന് പയ്യ. മലേഷ്യയിലാരും കണ്ടു, ഇനി കണ്ടില്ലാന്ന് പറയണ്ട. ഞങ്ങള് ഇപ്പൊ എത്തിയുള്ളൂ. വെള്ളങ്കടയിൽ നിൽക്കുന്ന വ്ളോഗർ. നമ്മുടെ ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് കാണാം. വന്നാ ഇതെപ്പറ്റി ജിമ്മിന് പോയതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇവര് പിന്നാലിണ്ടാ. ഇതിന്റെ ഉള്ളിലത്തെ വ്യൂ ഇതാണ്. സംഭവം കൊള്ളാം. അവിടേക്കൊക്കെ നോക്കൂ. ഇതിന്റെ മേലിൽ ഒരു കിടക്കണ ബുദ്ധനാണ് പറഞ്ഞത്. പെട്ടെന്നാണ് വന്നത്. പാളി ഗൈസ്. കിടക്കണ ബുദ്ധൻ പറഞ്ഞ് കൊണ്ടുവന്നതാ. ചതിക്കപ്പെട്ടു. ഇവിടെ വേറെ ഒന്നുമില്ല, കാണാനില്ല. നമുക്ക് തിരിച്ചിറങ്ങാം. അമ്മേ, ഇവൻ ചതിച്ചതാ. വിക്കി ചതിച്ചതാ. ഉള്ള സ്റ്റെപ്പും കയറ്റി. ഇനി ഞാൻ കുറച്ച് ബിരിയാണി കൂടുതൽ കഴിക്കും. അതിൻ്റെ എനർജി മൊത്തം പോയി. എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പം ഇവിടുത്തെ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് അങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ പോണു. അതിൻ്റെ ഒരു ഫോറസ്റ്റിൽ ട്രക്കിങ്ങിന് പോകും. അത് കാണാം ഇനി. ഗൈസ്, ഞങ്ങളിപ്പോൾ മലേഷ്യൻ ഫ്രിം കാണാൻ വന്നേക്കാണ്. ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫ്രിം എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഫോറസ്റ്റ് ആണെന്നാണ് ഇവർ പറയണത്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. 1926 അത് കറക്റ്റായിട്ട് ചോദ്യത്തിന് അറിയില്ല, നോക്കിയിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ട്രക്കിംഗ് ആണ് മെയിൻ. അപ്പോൾ ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ നല്ല വ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇവർ ഇങ്ങനത്തെ ഒരു കോഴി പോലൊരു സംഭവമുണ്ട്. നമുക്കത് സ്മെല്ല് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളത് ഒടിച്ച് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് നമ്മുടെ അമൃതാഞ്ചിൻ്റെ സ്മെല്ല്, എക്സാക്ട്ലി നമ്മുടെ അമൃതാഞ്ചിൻ്റെ സ്മെല്ല്. നല്ല മണമുണ്ട്. അറിഞ്ഞോടട്ട് ഇതൊക്കെ വെച്ചാണ് ഉണ്ടാക്കണമെന്ന്, പക്ഷെ എക്സാക്ട്ലി ആ സ്മെല്ല് തന്നെ. നമുക്കൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല,
ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം വായ കൊള്ളാത്തൊരു പേരാണ്. അതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. നോക്കി സംഭവം നോക്കി കാണാത്തൊരു തരം പോയി. നമുക്കിനി അടുത്ത സാധനം കാണാം. ഇത് എന്താന്ന് പറഞ്ഞത്? മലേഷ്യയുടെ നാഷണൽ ട്രീ ആണിത്. ഇവിടെ വന്നിട്ട് ഒരു വാവ് ഫാക്ടർ തോന്നിയത് ഈ ഒരു വ്യൂ ആയിരുന്നു. കറക്റ്റ് മരങ്ങളുടെ ആ ലീഫുകൾ വെട്ടി നിർത്തിയേക്കണ മാതിരിയായിരുന്നു, കറക്റ്റ് കട്ട് ചെയ്ത് നിർത്തിയ മാതിരിയായിരുന്നു. പക്ഷെ ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെയെന്നാണ് അവർ അവകാശപ്പെടുന്നത്, നമുക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. ഓ, ചൂടെടുക്കണേനുള്ളിൽ നടന്നിട്ട് ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. നടക്കാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളി ഓരോ സാധനങ്ങളിലും കഥ പറഞ്ഞപ്പോൾ 1 മണിക്കൂറോളായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കാട്ടിൽ കൂടെ നടക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊതുവൊക്കെ ഉണ്ടായിരുന്നു. ക്ഷീണിച്ചെല്ലാവരും. സോഡ സർബത്ത്. അത് കേട്ടില്ല, അമ്മയ്ക്ക് ഒരു സോഡ സർബത്ത്. പക്ഷെ ചൂടൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് സോഡ സർബത്ത് കുടിക്കുമ്പോഴൊരു ഫീല് വേറെ കിട്ടൂലല്ല. ആഗ്രഹിക്കാല. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല, നല്ലായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടും കൊതുവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഹോട്ടലിൽ പോട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ എടുത്ത് കുടിക്കും, ആരും എടുത്തു തരാനൊന്നുമില്ല എന്ന് തോന്നുന്നു. ഗൈസ്, ഞങ്ങൾ പൂളിൽ പോകുന്നു. കുറേ ദിവസമായി പൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരൊന്ന് പൂളിൽ കയറിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ടയേർഡായിട്ട് കിടക്കായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തി. അപ്പം പൂളിൽ പോയിക്കൊണ്ടെങ്കിൽ ഡിന്നറിന് പോകും. കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഇവിടെ മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റിൽ പോലെ. ഞങ്ങളപ്പോൾ പൂളിലൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കാണാത്ത സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് ആരെന്തോ ഓർഡർ ചെയ്താലും ഫ്രഷായിട്ട് ചൂടോടെയാണ് അവർ അത് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ കടയിലും ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസാണ് കുക്ക് ചെയ്യുന്നത്. സെയിം സ്റ്റോൾസും അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കാണാത്തതായിട്ടൊരു സംഭവം അവിടെ കണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ സ്കിന്ന്, അതുപോലെ തന്നെ ഫിഷിൻ്റെ സ്കിന്ന്, ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാത്രം കൊടുക്കുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഇവിടെയാണ് അടുത്ത സംഭവങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ചിക്കൻ്റെ കാൽഭാഗങ്ങളില്ലേ, അത് ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ താറാവിൻ്റെ തല ഫ്രൈ ചെയ്തത്, ചിക്കൻ്റെ വിങ്സ് മാത്രം ഫ്രൈ ചെയ്തത്, അങ്ങനെ കുറേ സാധനങ്ങൾ മാത്രം കേട്ടോ. പക്ഷേ ഇത് മേടിക്കാൻ അവിടെ നിറച്ച ആൾക്കാർ ക്യൂ ആയിരുന്നു. നോർമലി പറയുകയാണെങ്കിൽ നമ്മളധികം കഴിച്ച് ട്രൈ ചെയ്യാത്ത പാർട്സിൽ ചിക്കൻ്റെയും താറാവിൻ്റെയും ഒക്കെ അത് അവിടെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പായിരുന്നു. ഇതൊക്കെ ആസ് യൂഷ്വൽ നമ്മളെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോമോസ് ആയിരുന്നു. പക്ഷേ ഇത്രയും വലിയ മോമോസ് ഞാൻ ആദ്യമായിട്ടുണ്ടോ കാണുന്നത്.